ഞെട്ടിച്ച് കളഞ്ഞ ഒരു ഫോണാണ് ഈ ഒരു ഫോൾഡിംഗ് ഫോൺ. ഇന്നത്തെ ജനറേഷൻ ഫോൾഡ് ഫ്ലിപ്പ് ഫോണുകൾ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഒരെണ്ണം വാങ്ങിക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ വില കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കാത്തതും. എന്നാൽ ടെക്നോ പോലുള്ളൊരു ബ്രാൻഡ് ഫാൻറ്റം വി ഫോൾഡ് എന്ന് പറയുന്ന ഇങ്ങനത്തെ ഫോൾഡുകൾ വില കുറച്ചുകൊണ്ട് ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന റേഞ്ചിലേക്ക് മാറുകയാണ് ഈ ഒരു ഫോൾഡിംഗ് ഫോണുകൾ. പിന്നെ വില കുറവ് എന്ന് പറയുമ്പോൾ ഇത് 10,000 രൂപയ്ക്ക് കിട്ടും എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കയ്യിൽ 10,000 രൂപയേ ഉള്ളൂ, നമുക്ക് 1 ലക്ഷം രൂപ ഫോൺ വേണം, അത് വില കുറവാകുക എന്ന് നമുക്ക് എപ്പോഴാണ് തോന്നുക? നമ്മുടെ 10,000 രൂപയിലേക്ക് എത്തുമ്പോൾ എനിക്ക് വാങ്ങിക്കാൻ പറ്റി, അതുകൊണ്ട് എനിക്ക് വില കുറവ്. ആ സാധനമല്ല ഈ വില കുറവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് മാർക്കറ്റിൽ 1,50,000 60,000 രൂപ റേഞ്ചിൽ വരുന്നുണ്ട് ഒരു ഫോൾഡിംഗ് ഫോണിന് ഇന്ത്യയിൽ. ആ ഒരു റേഞ്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോൺ അതിൻ്റെയൊക്കെ പകുതി റേഞ്ചേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ഫോൺ വില കുറവ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് റേറ്റ് അനുസരിച്ചുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. ഇതിങ്ങനെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ചില ആൾക്കാരുടെ കമൻറ്റുകൾ നമ്മൾ കണ്ടിരുന്നു, ഇതാണോ വില കുറവ് എന്ന്. ഇതാണ് വില കുറവ്. സോ ഇങ്ങനെ കുറയുമ്പോൾ എന്തൊക്കെയാണ് ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എന്തൊക്കെ തോന്നി എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ആ ഒരു ഇവന്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഫോൺ കയ്യിലെടുക്കുമ്പോൾ പക്ക പ്രീമിയം ഫീൽ തരുന്ന ഒരു ഫോണാണ് ഈ ഒരു സംഗതി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കയ്യിൽ പിടിക്കുമ്പോഴും ഇതിൻ്റെ ഒരു കർവ്ഡ് ഫ്രണ്ട് ഡിസ്പ്ലേയും ബാക്ക് പാനലിൻ്റെ ഒരു ചെറിയ കർവും ഒക്കെ കൂടി കയ്യിൽ പിടിക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയ രീതിയിൽ തന്നെയാണ്. 300 ഗ്രാമിൻ്റെ അടുത്ത് വെയിറ്റ് ഉള്ളൊരു ഫോണാണ്, അത്യാവശ്യം തിക്നെസ് ഉള്ളൊരു ഫോണാണ്. ബട്ട് കയ്യിൽ നമുക്ക് ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ മെറ്റൽ ഫ്രെയിമും അതേപോലെ റിയർ സൈഡിലെ പ്ലാസ്റ്റിക് ഒരു സസ്റ്റൈനബിൾ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫിനിഷ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും ഒരു പ്രീമിയം ലെവൽ നമുക്ക് ഫീൽ ചെയ്യും. ഫ്രണ്ടിൽ ഗോറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. എയറോസ്പേസ് ഗ്രേഡ് അലുമിനിയം ഉപയോഗിച്ചുകൊണ്ടാണ് ഹിഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ആകെപ്പാടെ മൊത്തത്തിൽ കയ്യിൽ പിടിക്കാനും ഉപയോഗിക്കാനൊക്കെ വളരെ കംഫർട്ടബിൾ ആൻഡ് പ്രീമിയം ഫീൽ തരുന്ന ഒരു ഫോൺ തന്നെയാണ്. എന്തായാലും ഒരു പോയിന്റ് മറക്കണ്ട, വെയിറ്റ് ഉള്ള ഫോൺ തന്നെയാണ്. പോക്കറ്റിലൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ കിടക്കും. ഇത് ഓക്കെ ആണെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇനി ഇതിൻ്റെ മറ്റ് ഘടകങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അന്നേ ഇവന്റ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. യൂസ് ചെയ്ത് വന്നപ്പോഴുള്ള കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഫോൾഡിംഗ് ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ മെയിൻ ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ഒരു ഘടകം. ഡിസ്പ്ലേ സൈസ് വന്നിട്ട് 7.85 ഇഞ്ചാണ്. 2K ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ LTPO ഡിസ്പ്ലേ. ഡീസൻ്റ് ആയിട്ടുള്ളൊരു വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതേപോലെ തന്നെ സൺലൈറ്റ് വിസിബിലിറ്റി ആണെങ്കിലും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഓവറോൾ ഗുഡ് ഡിസ്പ്ലേ സെറ്റപ്പാണ്. യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പോൾ ആദ്യ സമയങ്ങളിൽ എനിക്കൊരു ലാഗും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, അത് മെയിൻ ഡിസ്പ്ലേ ആയാലും കവർ ഡിസ്പ്ലേ ആയാലും യൂട്യൂബ് വീഡിയോസ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യ കാലങ്ങളിൽ ഒരു ചെറിയ ബഗ് പോലെ ഒരു ചെറിയ ഫ്രെയിം ഡ്രോപ്പ് വരുന്നൊരവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സ്മൂത്ത്നെസ് കുറവ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേക്കും അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് പലതരത്തിലുള്ള മൾട്ടി ഫങ്ഷനുകൾ, അതായത് എന്താ പറയുക, ഈ തരത്തിലുള്ള യൂസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്പ്ലിറ്റ് സ്ക്രീൻ, 2 സൈഡിൽ സ്ക്രീനുകൾ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ടാബിൽ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാം. വാട്സപ്പ് ഒക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ തരത്തിൽ നമുക്ക് 2 സൈഡിലായിട്ട് പാരലൽ വിൻഡോകളായിട്ട് കാണാൻ സാധിക്കുക. പോപ്പപ്പ് വിൻഡോ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇട്ട് ഉപയോഗിക്കാൻ സാധിക്കുക. പിന്നെ ഫയൽസ് എന്തെങ്കിലുമൊക്കെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം, കോപ്പി പേസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കോപ്പിയും പേസ്റ്റ് ഒന്നും അടിക്കേണ്ട. ഒരു 2 സൈഡിലായിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി പേസ്റ്റ് ആയിട്ട് വന്നോളും. PC-ലേക്ക് കണക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, അങ്ങനെ ഒട്ടനവധി നല്ല നല്ല ഫീച്ചറുകൾ, ഒരു ടാബിൻ്റെതായ എല്ലാ ഫീച്ചറുകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ നോർമലായിട്ട് ഈ ഡിസ്പ്ലേയുടേതായ ഈ ഒരു വലിയ ഡിസ്പ്ലേയുടേതായ എല്ലാ ഫീച്ചേഴ്സും ഡീസൻ്റ് ആയിട്ട് നമുക്ക് ഈ സമയങ്ങളിലൊക്കെ വർക്ക് ചെയ്തു. സോ അതൊക്കെ ഓക്കെയാണ്. ഇവിടെ ഈ യൂസേജിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ പ്രൊസസ്സർ വന്നിട്ട് Dimensity 9000+ എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. 5G പ്രൊസസ്സറാണ്. ആവശ്യത്തിന് 5G ബാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാഗും കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ വളരെ ഓക്കെയാണ്. ഈ പ്രൊസസ്സറിൻ്റെ ഒപ്പം LPDDR4X റാമും UFS 3.1 സ്റ്റോറേജും വരുന്നുണ്ട്. പെർഫോമൻസിൽ വേറെ യാതൊരു ഇഷ്യൂ ഇല്ല. അത് എങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കവർ ഡിസ്പ്ലേയോ മെയിൻ ഡിസ്പ്ലേയോ ഏത് വെച്ച് ഉപയോഗിച്ചാലും അതൊക്കെ വളരെ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് വളരെ ഡീസൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് നല്ല പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട്. ഗെയിമിങ്ങിലേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് ഈ കാണുന്ന തരത്തിൽ വളരെ ഡീസൻ്റ് ആയി ഗെയിമിംഗ് അത് മെയിൻ ഡിസ്പ്ലേയിലും കവർ ഡിസ്പ്ലേയിലും എനിക്ക് കിട്ടുന്നുണ്ട്. വേറെ വിഷയങ്ങളൊന്നുമില്ല. ഹീറ്റിംഗ് ഇഷ്യൂവും കാണുന്നില്ല. സോ ഓവറോൾ സിസ്റ്റം പെർഫോമൻസ് വളരെ ഡീസൻ്റ് ആയിട്ടുണ്ട്. iOS 13 ആണ് ഇതിനകത്ത് വരുന്നത്, Android 13 ബേസ്ഡ്. അവിടെയാണ് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ചിലപ്പോഴൊക്കെ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് ഹോം സ്ക്രീനിലേക്ക് സ്വൈപ്പ് ചെയ്താൽ ചിലപ്പോഴൊന്നും വരുന്നില്ല. അത് സോഫ്റ്റ്വെയർ പരമായ ഒരു ബഗ് മാത്രമാണ്. വേണമെങ്കിൽ അവർക്ക് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൽ ഈ ഒരു ഭാഗത്തൊരു ഇത്രയും വലിയൊരു ടാബ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു ഫോൾഡിംഗ് ഫോൺ എന്ന രീതിയിൽ വരുമ്പോൾ മിസ്സാവുന്ന ഒരു ഫീച്ചർ നമ്മൾ പല ഫോണുകളും കണ്ടിട്ടുള്ള ആ ഒരു ഫ്ലെക്സ് മോഡ് അല്ലെങ്കിൽ ഇങ്ങനെ മടക്കി പകുതിക്ക് വെക്കുമ്പോൾ നമുക്ക് പല ഫീച്ചറുകൾ വർക്ക് ചെയ്യും. ആ സംവിധാനം ഇതിലവർ കൊടുത്തിട്ടില്ല. അത് ഇതിനകത്തെ ഒരു മിസ്സിംഗ് ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. ഇനി ഇതിൻ്റെ ക്യാമറ മെഗാ പിക്സലൊക്കെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ഈ ക്യാമറ ക്വാളിറ്റി നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഇമേജുകൾ കണ്ടു നോക്കൂ. മെയിൻ ക്യാമറ ഇമേജുകൾ നമുക്ക് ലാൻഡ്സ്കേപ്പ് ഇമേജുകൾ ഏത് തരത്തിലായാലും വൈഡ് ആംഗിൾ ക്യാമറ ഇമേജുകളായാലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഡീസൻറ്റ് ലെവൽ എന്ന് പറയാം. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇതായി കാണുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റിയാണ്. അതും വലിയ അപാകതകളൊന്നും പറയാനില്ല. എന്നാലും അപ്പടി ഭയങ്കര നല്ലത് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ശരാശരി നല്ല നിലവാരമുള്ള ഫോട്ടോസ് തന്നെയാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്.
അതേസമയം സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സെൽഫി ക്യാമറകൾ അത്ര കണ്ടൊരു നല്ല ഒരു ക്വാളിറ്റി തരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങൾ ഈ കാണുന്നതാണ് അതിൻ്റെ റിസൾട്ട്. പ്രത്യേകിച്ചും ഇൻഡോർ ലൈറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടാണ് അതിൻ്റെ സെൽഫി ക്യാമറ ഇമേജുകൾ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. വീഡിയോയിലേക്ക് വരുമ്പോൾ മെയിൻ ക്യാമറ വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി കിട്ടുന്നത് കാണാം. സ്റ്റെബിലൈസേഷൻ ഒക്കെ ഉണ്ട്, 4K തന്നെ ഷൂട്ട് ചെയ്യാം. ഇതേ സംഗതി തന്നെ നമുക്ക് സെൽഫി ക്യാമറ ആയിട്ട് പിടിച്ചെടുക്കുകയാണെങ്കിൽ, മെയിൻ ക്യാമറ കൊണ്ട് തന്നെ സെൽഫി വീഡിയോ എടുക്കുകയാണെങ്കിൽ ഈ കാണുന്ന ക്വാളിറ്റി കിട്ടുന്നുണ്ട്. സോ മെയിൻ ക്യാമറ എന്ന സംഗതി ഞാൻ ഓക്കെ ആണ്. അപ്പോൾ ആ ഒരു സംഗതി കൊണ്ട് തന്നെ സെൽഫി പർപ്പസ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഡീസൻ്റ് ആയ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. എന്നാലും ഓവറോൾ ക്യാമറ ക്വാളിറ്റി ഒരു ശരാശരി നിലവാരത്തിലാണ് എനിക്ക് ഫീൽ ചെയ്ത് വരുന്നത്. നിങ്ങൾക്കും എന്താണ് തോന്നിയത്? ഭയങ്കരമായിട്ട് നന്നായിട്ട് തോന്നിയോ? നിങ്ങളുടെ ഫീലിങ്സ് എന്തായാലും തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ഇപ്പം നമ്മളിതിൻ്റെ പല ഭാഗങ്ങൾ പറയുമ്പോഴും എല്ലായിടത്തും പോരായ്മകൾ കൂടി പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾ ചിന്തിക്കാം, ഇത് മറ്റേ ഗാലക്സി ഫോൾഡ് അത്രയും വില കൂടുതലുണ്ട്, ആ ഒരു കൂടുതൽ വില കൊടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി ക്യാമറയും ഇതേ പറഞ്ഞ പോലെയുള്ള ഫ്ലെക്സ് മോഡും അങ്ങനെ പല കാര്യങ്ങൾ അടക്കമുള്ള ഗുണങ്ങൾ അതിനകത്ത് ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തോന്നാം. തീർച്ചയായിട്ടും അങ്ങനെ തോന്നുന്നവർക്ക് അത്രയും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് പോകാം. അതിനുള്ള പർച്ചേസ് ലിങ്കും കാര്യങ്ങളും ഞാൻ നമ്മുടെ യൂട്യൂബിൻ്റെ പ്രൊ സെക്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതാണ് താല്പര്യം, അത്രയും ബഡ്ജറ്റുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് പോകാം. ബട്ട് ഒരു ഫോൾഡിംഗ് ഫോൺ വേണം, എന്നാൽ ബഡ്ജറ്റ് അത്രയും ഇല്ല, ഈ ഒരു റേഞ്ചിലുള്ള ബഡ്ജറ്റേ ഉള്ളുവെങ്കിൽ ഇവിടെ ഈ ഓപ്ഷനാണുള്ളത്. അതിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ കാണുന്നത്. ഇത് നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആവുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് പക്ഷേ എനിക്ക് പറയാൻ പറ്റില്ല, നിങ്ങളുടെ താല്പര്യമാണ്, നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇതിന് പിന്നെ 5000 mAh ബാറ്ററിയൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. 45 വാട്ടിൻ്റെ ചാർജർ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഡീസൻ്റ് ആയിട്ടുള്ള ബാറ്ററി ലൈഫും കാര്യങ്ങളും തരുന്നുണ്ട്. ചാർജർ മാത്രമല്ല, കേസ് അടക്കം ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡ് അടക്കമുള്ള കേസ്, നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ടേബിളിൽ അങ്ങനെ വെച്ച് വീഡിയോ കാണാൻ പറ്റുന്ന തരത്തിൽ സ്റ്റാൻഡ് അടക്കമുള്ള കേസും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. വേറെ ഹീറ്റിംഗ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടില്ല. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. അതൊക്കെ വളരെ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫേസ് അൺലോക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വലിയ കുഴപ്പമില്ല, എനിക്ക് ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. നിങ്ങൾക്ക് ഇവിടെ സൗണ്ട് കേട്ട് നോക്കാം. പിന്നെ കണക്ടിവിറ്റിയുടെ കാര്യം വരുമ്പോൾ 5G ഫോണാണ്. വേറെ കണക്ടിവിറ്റി ഇഷ്യൂസ് ഒന്നുമില്ല. 5-10 5G ബാൻഡൊക്കെ ഉണ്ട്, ഡീസൻ്റ് ആണ്. ബ്ലൂടൂത്ത് 5.3 വരുന്നുണ്ട്. ഡുവൽ 4G വോൾട്ടി സപ്പോർട്ട് ചെയ്യുന്നു. Wi-Fi 6, NFC എല്ലാ സംവിധാനങ്ങളും ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നന്നായി. സോ ഫൈനലി ഈ ഒരു ഫോൺ എത്ര കാലം നിൽക്കും? ഇത് ഇത്രയും വില കുറഞ്ഞൊക്കെ വരുമ്പോൾ ഇത് കുറേ കാലം വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പനി പറയുന്നത് 2 ലക്ഷം തവണ വരെ ഇത് മടക്കി തുറന്നൊക്കെ ഫോൾഡ് ചെയ്തൊക്കെ ഉപയോഗിച്ചാലും കംപ്ലൈൻറ്റുകൾ വരില്ല എന്ന് തന്നെയാണ്. അതേപോലെ ഡിസ്പ്ലേ 6 മാസത്തിനുള്ളിൽ എന്ത് കംപ്ലൈൻറ്റ് വന്നാലും അവർ ഫ്രീ ആയിട്ട് മാറ്റി തരുമെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. സോ അതൊക്കെ നല്ലത് തന്നെ. എങ്കിലും ഒരു ടെക്നോളജി പ്രൊഡക്റ്റ് ആണ് ഇത് കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫ്യൂച്ചർ അടിപൊളിയായിരിക്കും, ഇത് എന്നേക്കും എപ്പോഴേക്കും ഒരു കംപ്ലൈൻറ്റും ഇല്ലാതിരിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതുവരെ ഞാൻ ഉപയോഗിച്ചതിൽ ഞാൻ ഓക്കെയാണ്, ഒരു കംപ്ലൈൻറ്റും കണ്ടില്ല. കണ്ട ചെറിയ പ്രശ്നങ്ങളൊക്കെ ബഗ്സ്, അതൊക്കെ ഫിക്സ് ചെയ്യാവുന്നതാണ്. അവർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ബട്ട് നിങ്ങളാണിത് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാർ. നിങ്ങൾ ഈ കേട്ട കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളിത് വാങ്ങിക്കുമോ ഇല്ലയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.